US പ്രസിഡന്റ് ജോ ബൈഡന് വാർത്താ സമ്മേളനത്തിൽ പറ്റിയ ചില നാക്കുപിഴകളെക്കുറിച്ചാണ്. അദ്ദേഹത്തിന് പല പേരുകളുമൊക്കെ മാറിപ്പോകുന്നു. കമല ഹാരിസിന് പകരം ഡൊണാൾഡ് ട്രംപ് എന്ന പേര് അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ പുടിന്, അതായത് സെലൻസ്കിക്ക് പകരം വ്ളാഡിമിർ പുടിൻ്റെ പേരാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ ചർച്ചാ വിഷയമായി മാറുന്നുണ്ട് ഈ കാര്യം. നമുക്കറിയാം, ഈ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള സംവാദത്തിനിടെ പല കാര്യങ്ങളിലും ക്ലാരിറ്റിയോടെയുള്ള മറുപടി ഇദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വിമർശനം ഉയർന്നിരുന്നു. അപ്പോൾ ഡെമോക്രാറ്റുകളുടെ തന്നെ ഭാഗത്തു നിന്ന് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ മറ്റൊരാൾ വരണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇങ്ങനെ നാക്കുപിഴയൊക്കെ തുടർച്ചയായി സംഭവിക്കുന്നത്. അപ്പോൾ എന്തു വന്നാലും മാറില്ല എന്നുള്ളൊരു നിലപാടിൽ അങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുകയാണോ? അതായത് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായമുള്ള പ്രസിഡന്റാണ് ജോ ബൈഡൻ. അദ്ദേഹത്തിന് 82 വയസ്സായി. ഇതിന് മുമ്പ് അത്രയും പ്രായം ഉണ്ടായിരുന്ന 77 വയസ്സിനായിരുന്ന ജോൺ എഫ് കെന്നഡി ആയിരുന്നു. റൊണാൾഡ് റീഗനായിരുന്നു 77 വയസ്സുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ 82 വയസ്സെന്ന് പറഞ്ഞാൽ ഒരു ഭരണാധികാരിക്ക് ഭരിക്കാൻ പറ്റാത്ത വയസ്സാണെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമല്ല. ആ പ്രായത്തിൽ ഭരിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ മഹാതീർ മുഹമ്മദൊക്കെ നല്ല പ്രായമായതിനു ശേഷമാണ് അദ്ദേഹം ആ സ്ഥാനത്ത്. അദ്ദേഹത്തിൻ്റെ രണ്ടാം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്ന പോലും 80 വയസ്സിന് ശേഷമാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ പ്രായമായ ആളുകൾ ഭരിക്കുന്ന നല്ല ഭരണാധികാരികളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ജോ ബൈഡൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് അമേരിക്കയുടെ പ്രശ്നമാണ്. കാരണം അമേരിക്കയുടെ പ്രശ്നം എന്ന് വെച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് അമേരിക്കക്കാർക്കൊരു കാഴ്ചപ്പാടുണ്ട്. അതെങ്ങനെയായിരിക്കണം? അയാൾ വളരെ സ്മാർട്ടായിരിക്കണം, എനർജറ്റിക് ആയിരിക്കണം, നന്നായിട്ട് സംസാരിക്കാൻ കഴിയണം, ടെലിപ്രോംപ്റ്ററില്ലാതെ സംസാരിക്കാൻ കഴിയണം, അതുപോലെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ കഴിയണം, രാഷ്ട്രീയ പ്രശ്നങ്ങളോട് കൃത്യമായി പ്രതികരിക്കാൻ കഴിയണം, രാജ്യത്തിൻ്റെ എക്കണോമിക് സിറ്റുവേഷനെ കുറിച്ച് വിശദമായി സംസാരിക്കാൻ കഴിയണം, ക്ലീൻ ഷേവ് ചെയ്യണം, വൃത്തിയായിട്ട് ഷേവ് ചെയ്യണം, വൃത്തിയായിട്ട് ഡ്രസ്സ് ചെയ്യണം, കുടുംബസ്ഥനായിരിക്കണം. ഇതൊക്കെ അമേരിക്കക്കാരുടെ പ്രസിഡന്റിനെ കുറിച്ചുള്ള സങ്കല്പമാണ്. അതിൽ കുറച്ചൊക്കെ ഒരു പാട്രിയാർക്കി കൂടിയുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഇതുവരെ ഒരു സ്ത്രീ പ്രസിഡന്റ് ആവാത്തതും അതുകൊണ്ടായിരിക്കാം. അത് അമേരിക്കൻ സൊസൈറ്റിയുടെ ഒരു പ്രശ്നമായിരിക്കും. അപ്പോൾ ഒരു കരുത്തനായ, സുന്ദരനായ, നന്നായിട്ട് വസ്ത്രം ധരിക്കുന്ന, നന്നായി സംസാരിക്കുന്ന, ഊർജ്ജസ്വലനായ ഒരു പ്രസിഡന്റിനെയാണ് അമേരിക്കക്കാർ കാണുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ചെകുത്താനും കടലിനും നടുക്ക് പെട്ട ഒരവസ്ഥയാണ് അമേരിക്കയിലെ ആളുകളിപ്പോൾ. ഒരു പ്രശ്നം ചെയ്യുന്നത് ട്രംപ് എങ്ങനത്തെ ഒരു പ്രസിഡന്റാണ് എന്നുള്ളത് അമേരിക്കക്കാർ പഠിച്ചതാണ് 5 വർഷം കൊണ്ട്. അദ്ദേഹം എന്താണെന്ന് ജനങ്ങൾക്കറിയാം. പിന്നെ എന്ന് കരുതി ട്രംപിന് ജനപിന്തുണ ഇല്ല എന്നല്ല. ട്രംപ് പ്രസിഡന്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു ശതമാനം ജനങ്ങൾ അമേരിക്കയിലുണ്ട് താനും. അങ്ങനെ ഇരിക്കെയാണ് ഡെമോക്രാറ്റുകളെ സംബന്ധിച്ച് ഈ ട്രംപിൻ്റെ ഒരു യുഗം അവസാനിപ്പിച്ച ജോ ബൈഡൻ പ്രസിഡന്റ് ആവുന്നത്. ജോ ബൈഡൻ പ്രസിഡന്റ് ആകുമ്പോൾ അദ്ദേഹത്തിന് 77 വയസ്സ് മാറ്റം ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് 82 വയസ്സായി. ഓക്കെ, ഈ 82ാമത്തെ വയസ്സിൽ അദ്ദേഹം റീറണ്ണിന് നിൽക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് നിൽക്കാൻ പ്രശ്നമൊന്നുമല്ല. പക്ഷേ ലാസ്റ്റ് നടന്ന 2 ആഴ്ച മുമ്പ് നടന്ന പ്രസിഡൻഷ്യൽ ഡിബേറ്റ് രേഷ്മ ഓർക്കുന്നുണ്ടാവും, CNN-ലായിരുന്നു. അത് അമ്പെ പരാജയം ഒരു വലിയ ട്രാജഡിയായി മാറി. ജോ ബൈഡനെ സംബന്ധിച്ച് മാത്രമല്ല മൊത്തം ഡെമോക്രാറ്റുകളെ സംബന്ധിച്ചും. ഒരു നിലവിൽ നിൽക്കുന്ന പ്രസിഡന്റ് റീറണ്ണിന് പോകുമ്പോൾ നടക്കുന്ന പ്രസിഡൻഷ്യൽ ഡിബേറ്റുകളിലെ ഏറ്റവും മോശം, അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശം ഡിബേറ്റ് ആയിരുന്നു അത് ജോ ബൈഡനെ സംബന്ധിച്ച്. അദ്ദേഹത്തിന് കൃത്യമായി സംസാരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ തന്നെ അദ്ദേഹത്തിന് വയ്യ. ഈ അവിടെ കോക്ക് പറയുന്ന പോലെ വയ്യാവാട് കൊടുക്കുന്ന അവസ്ഥയിലാണ് അദ്ദേഹം നടന്നു വരുന്നത്. തന്നെ ഒരു വിറച്ചാണ് നടന്നു വരുന്നത്. മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ ഒട്ടും ആത്മവിശ്വാസം ഇല്ലാത്ത രീതിയിൽ ഒരു കാര്യത്തിനും അദ്ദേഹം വൃത്തിയായിട്ട് മറുപടി പറയുന്നില്ല. പറയുന്നതിനിടയ്ക്ക് തന്നെ പേരുകൾ മാറിപ്പോകുന്നു. അപ്പോൾ ഇന്നലെ തന്നെ നാറ്റോ സമ്മിറ്റിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ തൊട്ടടുത്ത് സെലൻസ്കി നിൽക്കുകയാണ്. സെലൻസ്കിനെ ചൂണ്ടിയിട്ട് അദ്ദേഹം യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ എന്ന് പറയാം. സെലൻസ്കി ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്, അന്തം വിട്ട്. ഇത് വേറെ എന്ത് പേര് പറഞ്ഞാലും പ്രശ്നമില്ല, പുട്ടിൻ എന്ന് വിളിക്കുകയാണ്. അതുപോലെ കമല ഹാരിസിനെ അദ്ദേഹം വൈസ് പ്രസിഡന്റ് ട്രംപ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരു പ്രസിഡന്റിനെ അമേരിക്കൻ ജനങ്ങൾ സ്വീകരിക്കുമോ എന്ന ആശങ്ക ഡെമോക്രാറ്റുകൾക്കുണ്ട്. അതുകൊണ്ട് ഡെമോക്രാറ്റുകളിൽ ഇപ്പോൾ നിലവിലുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും ട്രംപ് ഇപ്പോൾ ഇനിയും സമയമുണ്ട്, പിന്മാറണം, മറ്റൊരാൾ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ജോ ബൈഡൻ തയ്യാറാവുന്നില്ല. ജോ ബൈഡൻ പറയുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഫിറ്റാണ്, എൻറ്റയർലി ഫിറ്റാണ്, എന്നെ ഡോക്ടർമാർ ചെക്ക് ചെയ്താണ്, ഒരു പ്രശ്നമില്ല എന്ന് പറയും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നമ്മളിപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോഴും ജോ ബൈഡൻ ഇത്ര മോശം പെർഫോമൻസ് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ കാഴ്ചവെക്കുമ്പോഴും ഇപ്പോഴും അദ്ദേഹത്തിനാണ് റേറ്റിംഗ് കൂടുതൽ. ട്രംപിനേക്കാൾ അദ്ദേഹം ഒരു പടി മുമ്പിലാണ്, 2-3 പോയിന്റ് മുമ്പിലാണ് അദ്ദേഹം ഉള്ളത്. രണ്ടാമത്തെ കാര്യം, ഇനിയിപ്പോൾ ജോ ബൈഡനെ മാറ്റുക എന്ന് വയ്ക്കുക. ജോ ബൈഡനെ മാറ്റി മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പറ്റിയ റേറ്റിംഗ് ഉള്ള നേതാവ് നിലവിൽ ഡെമോക്രാറ്റുകൾക്കിടയിൽ ഇല്ല എന്നുള്ളതാണ് അവർ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി. ഇനി അതും കൂടാതെ ഡെമോക്രാറ്റുകൾക്ക് സ്ഥിരമായി വോട്ട് ചെയ്യുന്ന ആളുകൾ, പ്രത്യേകിച്ചും അമേരിക്കയിലെ കളേർഡ് പീപ്പിൾ എന്ന് പറയുന്ന ഈ നോൺ വൈറ്റ് ആളുകളുണ്ടല്ലോ, പോപ്പുലേഷൻ ഉണ്ട്, അത് നല്ല ശതമാനമുണ്ട്. അവരൊരു മജോറിറ്റി അത്തരം വോട്ടേഴ്സ് വോട്ട് ചെയ്യുക ഡെമോക്രാറ്റുകൾക്കാണ്. അവരെ സംബന്ധിച്ച് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഇപ്പോൾ ഈ ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റിൽ ജോ ബൈഡൻ സ്വീകരിക്കുന്ന നിലപാട്
ആ നിലപാടിൽ ജോ ബൈഡന് വോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നവർക്ക് അവർ മറ്റൊരു ഓപ്ഷൻ എന്താ, പിന്നെ ട്രംപാണ്. അവരെന്ത് ചെയ്യും? അവരുടെ കൂടി ആവശ്യമാണ് ബൈഡൻ മാറുക എന്നുള്ളത്. പക്ഷേ ബൈഡൻ പറയുന്നു ഞാൻ തന്നെ നിൽക്കുന്നു പറയുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബൈഡൻ ആവട്ടെ ട്രംപ് ആവട്ടെ, അമേരിക്കയുടെ സർക്കാരിനെ ചലിപ്പിക്കുന്നത്, അമേരിക്കൻ ഭരണകൂടത്തെ ചലിപ്പിക്കുന്നത് മറ്റ് ചില ശക്തികൾ കൂടിയാണ്. അത് പ്രസിഡൻറ്റിൻ്റെ ഒറ്റ ഒരു തീരുമാനത്തിൻ്റെ പുറത്തല്ലാതെ നടക്കുന്നത്. അപ്പോൾ ബൈഡൻ ഇനിയിപ്പോൾ ഒരാൾ പ്രായാധിക്യം മൂലം ഓർമ്മക്കുറവ് മൂലം ശരിയായ വിധത്തിൽ ഭരിക്കാൻ കഴിയാത്ത ഒരാളായിട്ട് മാറും എന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം ബൈഡൻ ഓർമ്മയില്ലെങ്കിൽ പോലും അവിടെ ഭരിക്കാൻ വേറെ ആളുകളുണ്ട്. പക്ഷേ തീരുമാനങ്ങൾ എടുക്കുക എന്നുണ്ടല്ലോ, ഒരു ലോകത്തെ വൻ ശക്തി, ഒരു ന്യൂക്ലിയർ പവർ, ആ രാഷ്ട്രത്തിൻ്റെ കടിഞ്ഞാണിരിക്കുന്നത് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കഴിയാത്ത ആളാണ് എന്ന് പറയുന്നത് അത് വലിയ തോതിലുള്ളൊരു വേൾഡ് ഓർഡറിനെ ഒരു ഡിസോർഡർ ആക്കുമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ വേൾഡ് ഓർഡർ എന്ന് പറയുമ്പോഴേ, ഇപ്പോൾ നമ്മളിപ്പോൾ ഏകഛത്രാധിപത്യത്തിന് കീഴിലാണ്, അമേരിക്ക ആണ് ലോകം ഭരിക്കുന്നത്, അമേരിക്കയുടെ കീഴിലാണ് എല്ലാം എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ ലോകക്രമം നിലനിൽക്കുമ്പോൾ ചില ഒരു പവർ ബാലൻസ് ഉണ്ടാവണമല്ലോ. ഇപ്പോൾ അമേരിക്ക അവിടെയുണ്ട്, അമേരിക്കയ്ക്കെതിരെ മറ്റു ചില ശക്തികളുണ്ട്. അപ്പോൾ നമ്മളിവർ കവല എടുത്തു കഴിഞ്ഞാൽ ആ കവല ഒരു ഗുണ്ട ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ആ ഗുണ്ട കവല അടക്കി വാഴുമ്പോൾ ആ ഗുണ്ട കുറച്ച് വീക്കാകുമ്പോൾ എന്താ സംഭവിക്കുക? ഞാഞ്ഞൂലുകൾ തലവെക്കും, മറ്റു ചില ഗുണ്ടകൾ അവിടെ എഴുന്നേറ്റ് വരും. നരൻ സിനിമ ഓർക്കുന്നുണ്ടോ? നരൻ സിനിമയിൽ മുള്ളംകൊല്ലി വേലായുധനെ ഗുണ്ടകൾ തല്ലി അയാളെ കാലൊടിച്ച് കിടക്കുമ്പോൾ ആണ് മറ്റേ കീരിയും മറ്റ് ഗുണ്ടകളൊക്കെ എഴുന്നേറ്റ് വന്നത്. അതുപോലെ തന്നെയാണ് ലോകരാഷ്ട്രീയം. അപ്പോൾ അമേരിക്ക കുറച്ച് വീക്കാവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇവിടെ പുട്ടിന് ശക്തി കൂടുക ഉണ്ടാവുക. ട്രംപ് അധികാരത്തിൽ വന്നാൽ പോലും പുട്ടിന് ശക്തി കൂടും. ഈ ബൈഡൻ മാറി ട്രംപ് വരികയാണെന്നിരിക്കട്ടെ, ട്രംപിൻ്റെ വിദേശ നയത്തിൽ റഷ്യ അത്ര വലിയ ശത്രുവല്ല, വേണമെങ്കിൽ പുട്ടിനുമായിട്ട് തുളത്ത് കിടാവുന്ന ചങ്ങാത്തുള്ള ആളാണ്. അപ്പോൾ വളരെ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ ഈ ബൈഡൻ തുടരുക എന്നുള്ളത് ഡെമോക്രാറ്റുകളുടെ ആശങ്കയാണ്, അതല്ലാതെ അവിടുത്തെ അമേരിക്കക്കാരുടെ മൊത്തം ആശങ്കയായിട്ട് എനിക്കിപ്പോഴും തോന്നുന്നില്ല. യെസ്, ഇപ്പോൾ അജംസൊക്കെ പറഞ്ഞത് വളരെ കറക്റ്റായിട്ട് തോന്നുന്നു. ചെകുത്താനും കടലിനും നടുക്കപ്പെട്ടൊരവസ്ഥ. അതായത് ഈ ട്രംപ് എന്തൊക്കെ കാട്ടിക്കൂട്ടിയെന്നുള്ളത് ലോകത്തിന് മുന്നിലുണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഇദ്ദേഹത്തെ ബൈഡനെ മാറ്റാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഡെമോക്രാറ്റുകൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. എങ്ങനെയാണ് ആളുകൾ ഇപ്പോൾ ഈ അജംസ് പറഞ്ഞ പോലെ ഒരു ടിപ്പിക്കൽ പ്രസിഡന്റ് സങ്കല്പമൊക്കെ ഉള്ള ഒരു മനുഷ്യനാണല്ലോ അവിടെ. അല്ല, അതൊക്കെ ആണെങ്കിൽ തന്നെയും ഈ അദ്ദേഹത്തിൻ്റെ ഈ മറവി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, പ്രസ്താവനകൾ മാറ്റിപ്പറയൽ, ആളുകളുടെ പേര് മാറ്റിപ്പറയൽ സമീപകാലത്ത് സംഭവിച്ച ഒന്നല്ല. ഈ ഒരു അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഒരു കഴിഞ്ഞ 2-3 വർഷം എടുത്താകുമ്പോൾ നിരന്തരമായിട്ട് ഈ പേരുകൾ മാറിപ്പോകലിനെ, മറവികളുടെ അടുത്ത് നിൽക്കുന്ന ആളെ മറന്നുപോകൽ, പെട്ടെന്ന് അദ്ദേഹം ഞെട്ടുന്നതിന് ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് അമേരിക്കക്കാരും കാണുന്നുണ്ട്. എന്നിട്ട് കൂടിയും പക്ഷേ ട്രംപിനെയും ബൈഡനെയും വെച്ച് നോക്കുമ്പോൾ റേറ്റിംഗ് കൂടുതലുള്ള ആൾ ബൈഡൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് അമേരിക്കയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല. പക്ഷേ അവർക്കൊരു അഭിമാന പ്രശ്നമൊക്കെ ഉണ്ടാവും. നമ്മുടെ പ്രസിഡന്റ് ഇങ്ങനെ മറവി രോഗമുള്ള ഒരാൾ, ആളുകളുടെ പേര് മാറ്റി പറഞ്ഞ ആൾ. അങ്ങനെ നോക്കിയാൽ ട്രംപും ആളുകളുടെ പേര് മാറ്റി പറഞ്ഞത് വിവാദത്തിലിടം നേടിയിട്ടുള്ള, വാർത്തയിലിടം നേടിയിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് 77 വയസ്സുണ്ട്. ട്രംപും ഈ നാൻസി പെലോസി, നിക്കി ഹേലി പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുകയും അങ്ങനെ രൂക്ഷമായി പേര് മാറ്റിയുള്ള ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന പാരമ്പര്യമുള്ള സമീപ ചരിത്രമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മറവി ആളുകൾക്കൊരു ഭയങ്കര സീരിയസ് കൺസേൺ ആണെന്ന് ചോദിച്ചാൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ് നമ്മൾ അവസാനത്തെ ഈ റേറ്റിംഗ് കാണുമ്പോഴും മനസ്സിലാവുന്നത്. പക്ഷേ ഇതൊരു നാണക്കേട് അവർക്കുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ എന്താ പറയുക, ദുർബലനായ, മറന്നു പോകുന്ന, പോളിസി സംസാരിക്കുമ്പോൾ തെറ്റിപ്പോകുന്ന പ്രസിഡന്റ് അമേരിക്കയെ ദുർബലമാക്കുമെന്ന് ചോദിച്ചാലേ യാതൊരു സാധ്യതയില്ല. കാരണം പ്രസിഡന്റ് ആരാവുന്നു, പ്രസിഡന്റ് എന്ത് ചെയ്യുന്നു, പ്രസിഡന്റ് എന്തു പറയുന്നു എന്നത് അമേരിക്ക എന്ന സിസ്റ്റത്തെ ഏതെങ്കിലും നിലയ്ക്ക് ബാധിക്കുന്ന ഒന്നല്ല. ഇതിന് മുമ്പുണ്ടായിരുന്ന പ്രസിഡന്റ് ആരാണ്? ട്രംപാണ്. ട്രംപ് അധികാരത്തിലേക്ക് വരുന്നു, കാലാവസ്ഥ ഉച്ചകോടിയിൽ നിന്നൊക്കെ ഞങ്ങൾ പിന്മാറുകയാണെന്നൊക്കെ പ്രഖ്യാപിക്കുന്ന നിലയ്ക്ക് ഒരു വൈൽഡായ മനുഷ്യനായിരുന്നു. അമേരിക്കയെ പോലൊരു രാജ്യം വളരെ ഉത്തരവാദിത്തപ്പെട്ട അന്താരാഷ്ട്ര കോഡുകളിൽ നിന്നൊക്കെ, കരാറുകളിൽ നിന്നൊക്കെ പിന്മാറുന്ന സമീപനം പ്രഖ്യാപിക്കുക, പലതരത്തിലുള്ള വഷളുള്ള വർത്തമാനങ്ങൾ പറയുക, ആളുകളെ വിഭജിക്കുന്ന വർത്തമാനം പറയുക, ഒരു പരിഹാസ രൂപമായിട്ട് മാറുകയും ട്രംപിൻ്റെ പടം വഴിയിൽ വെച്ചിട്ട് ആളുകൾക്ക് തൊഴിക്കാനുള്ള അവസരം പോലും ഉണ്ടായിരുന്നു അമേരിക്കയിൽ. എന്നിട്ട് അമേരിക്ക എന്തെങ്കിലും സ്റ്റെബിലിറ്റിക്ക് എന്തെങ്കിലും പറ്റുമോ? ഇപ്പോഴും ലോകത്തെ ഏറ്റവും വലിയ ശക്തി അമേരിക്കയാണ്. അമേരിക്ക വിചാരിക്കുന്നത് ലോകത്ത് നടക്കുള്ളൂ. ഫലസ്തീനിൽ ഇപ്പോൾ നടത്തിക്കൊണ്ട് നടക്കണോ 9 മാസം പിന്നിട്ടു. ലോകത്ത് ആർക്കെല്ലാം അഭിപ്രായമുണ്ട് നടക്കണമെന്ന്? നടക്കില്ലല്ലോ. കാരണം അമേരിക്ക തീരുമാനിച്ചിട്ടില്ല നിർത്താൻ. അമേരിക്കയാണ് ഇപ്പോഴും മോസ്റ്റ് പവർഫുൾ കൺട്രി. അതിനകത്ത് പ്രസിഡന്റ് ദുർബലനാണ്. വേറെ ചില രാജ്യങ്ങളിലൊക്കെ ഉണ്ട് ഈ വേണ്ടത്ര വിഷണറി അല്ലാത്ത ഭരണനായകർ വന്നാൽ സിസ്റ്റം മുഴുവൻ കൊളാപ്സ് ആവുന്ന രാജ്യങ്ങളുണ്ട്. പക്ഷേ അമേരിക്കയുടെ കാര്യം അങ്ങനെയല്ല. അമേരിക്കയെ നയിക്കുന്നത് വേറെ ഒരു ഡീപ്പ് സ്റ്റേറ്റാണ്. നമ്മളിവിടുത്തെ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ കാര്യമല്ല, വേറൊരു ഡീപ്പ് സ്റ്റേറ്റ് അവിടെയുണ്ട്. അവരാണ് എവിടെ ബോംബിടണം, എവിടെ ബോംബിടണ്ട എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ബൈഡന് തന്നെയും അതിന് താല്പര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പം ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കണോ, ഇസ്രായേലിനെ നിലനിർത്തണോ എന്ന കാര്യം തീരുമാനിക്കുന്നത് വേറെ ഡീപ്പ് സ്റ്റേറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ബരാക് ഒബാമ നമുക്ക് സമാധാനത്തിൻ്റെ പ്രവാചകനും ലോകത്തെ ഏറ്റവും മികച്ച അമേരിക്കൻ പ്രസിഡന്റുമാരായിട്ട് നമ്മളൊക്കെ വാഴ്ത്തിപ്പാടിയപ്പോഴും ഒബാമയുടെ കാലത്ത് അമേരിക്ക ഏറ്റവും കൂടുതൽ വിദേശത്ത് ബോംബിട്ട രാജ്യമാണ്.
നമുക്ക് ഒബാമയെ പരിചയമുള്ളത് അങ്ങനെയല്ലല്ലോ. അതേസമയം ഈ വേണ്ടത്ര വിഷണറി അല്ലാത്ത, രാഷ്ട്രീയ കാഴ്ചപ്പാടുകളില്ലാത്ത, രാഷ്ട്രീയ പാരമ്പര്യം തന്നെ തീരെ ഇല്ലാത്ത ഡൊണാൾഡ് ട്രംപിൻ്റെ കാലത്തും അമേരിക്കയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുകയോ അമേരിക്ക തകർന്നു പോവുകയോ രാഷ്ട്രീയമായി അസ്ഥിരപ്പെടുകയോ ചെയ്തില്ല. അതുകൊണ്ട് ബൈഡൻ്റെ ഓർമ്മശക്തി അമേരിക്കയുടെ പവറിനെയോ അല്ലെങ്കിൽ അമേരിക്കയുടെ സ്റ്റെബിലിറ്റിയോ അതിന് നിലയ്ക്ക് ബാധിക്കാൻ പോകുന്നതല്ല. പക്ഷേ അത് ഈ പറയുന്ന തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പോളിസിയെക്കുറിച്ച് ധാരണ ഉണ്ടാവേണ്ട, അന്താരാഷ്ട്ര കോൺഫ്ലിക്റ്റുകൾക്കകത്ത് വളരെ തന്ത്രപരമായി ഇടപെടേണ്ട, ഒപ്പം ലോക നേതാക്കൾക്കിടയിൽ പോയിരുന്ന് ഈ പറഞ്ഞ നയതന്ത്രം, സംസാരിക്കുന്ന വാക്കിനും കുത്തിനും കോമയ്ക്കും വരെ നയതന്ത്ര അർത്ഥമുണ്ട് ഈ ലോക നേതാക്കളുടെ വേദിയിൽ. അവിടെ പേരുകൾ തെറ്റിപ്പോവുക, ആളുകളെ തെറ്റിപ്പോവുക എന്നതൊക്കെ ആ നിലയ്ക്കുള്ള അപകടം ഉണ്ടാക്കുമെന്ന് ഒഴിച്ചു നിർത്തിയാൽ അമേരിക്കയെ അത് ആ നിലയ്ക്ക് ബാധിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇത് അവരുടെ പാർട്ടിയെ സംബന്ധിച്ച് ചളിപ്പുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം അവിടുത്തെ ഭയങ്കര പ്രധാനപ്പെട്ട TV അവതാരകരൊക്കെ ഇദ്ദേഹത്തിന് ഡിമെൻഷ്യയാണ്, ഇനിയെങ്കിലും സമ്മതിക്കൂ, ഇയാളെ പിൻവലിക്കൂ എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അത് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം ഒഴിച്ചു നിർത്തിയാൽ സീരിയസ് ആയിട്ട് അത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. യെസ്, ഇതിപ്പോൾ ജോ ബൈഡൻ്റെ പാർട്ടിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ മാറ്റണമെന്നുള്ളൊരു ആവശ്യം വരുന്ന സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി എന്താണ് എന്നുള്ള ചോദ്യമുണ്ട്. അതുമാത്രമല്ല, ജോ ബൈഡൻ മാറിയാൽ പകരം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയാകാൻ ആരാണ് വരിക എന്നുള്ളതും ചോദ്യമാണ്. കാത്തിരിക്കാം. ഔട്ട് ഓഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.